ഹായ് ഫ്രണ്ട്സ്, ഇവിടെ പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നടക്കുന്നത് ഒരു വെജിറ്റേറിയൻ പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാകുന്നത് വെജിറ്റേറിയൻ പുലാവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് അരച്ചിടണം. പിന്നെ കുറച്ച് ഈ കറുവപ്പട്ട, പിന്നെ ആ സാധനമൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എടുക്കുകയാണ് ഇതൊക്കെയാണ് ഈ പച്ചക്കറികൾ. ഇത്രയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ വെള്ളം ഇത്. പിന്നെ ഫസ്റ്റ് നമുക്ക് ഒരു കുക്കറിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കണം. അത് കൂടുതൽ വേണ്ട, കുറച്ച് മതി. അത്യാവശ്യം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് പിന്നെ എന്ത് ചെയ്യണം, ഫസ്റ്റ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. പെരിഞ്ജീരകം അത് കഴിഞ്ഞാൽ പിന്നെ കറുവപ്പട്ട, പിന്നെ എന്നിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ പറയണതൊക്കെ കേട്ടിട്ട് ഞാനങ്ങനെ പറയണതാണ്. അതിൻ്റെ അങ്ങനത്തെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സബോള അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കുക. അത് മൊത്തം ഇട്ട് കൊടുക്കുക, ആ സബോള. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഇളക്കുക. സബോള ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ചൊന്ന് വാടി വരണം വരെ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുക. ബീൻസും ക്യാരറ്റും ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് ഇട്ട് കൊടുക്കണം. ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഇട്ട് കൊടുക്കണം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൂടി ഇട്ട് കൊടുക്കട്ടെ. ഈ ബീൻസും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. വീണ്ടും ഇളക്കുക. പിന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കുക. പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റായി വരണ ഇളക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കുക. ഗ്രീൻ ബീൻസ് അത്യാവശ്യം ഇട്ട് കൊടുക്കുക. ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ചെറിയൊരു പ്ലേറ്റിൻ്റെ ഭാഗം ഇട്ട് കൊടുക്കുക. അത്രയും ഭാഗം ഇട്ട് കൊടുക്കുക. ഞാൻ ഫുള്ളായിട്ട് കാണണമെന്ന് അറിയില്ല പ്ലേറ്റിൽ. അത്രയും ഭാഗം ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഗ്രീൻ പീസ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഗ്രീൻ പീസും പിന്നെ പച്ചക്കറികളും കറുവപ്പട്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കുക. ഇനി നമ്മൾ ആദ്യം അരച്ചിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് കാണിച്ചില്ലേ, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും പിന്നെ കറുവപ്പട്ടയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് ഇതിലേക്കിടുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ മുളക് പൊടി. അത് ഇവിടെ ഒരു ഉണ്ണിയുണ്ട്, അറിയാലോ, നമ്മുടെ ചീക്കു. അവനുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കൂടുതലിടാം, നിങ്ങളുടെ ആവശ്യത്തിന് അളവിനിടാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലിടാം. അതിവിടെ ഉണ്ണിയുള്ളതുകൊണ്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ലൊരു മണം വരും. നന്നായിട്ട് ഇളക്കണം കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയില ഇട്ടിട്ട് എന്ത് ചെയ്യുക, മല്ലിയില അറിയില്ല, മല്ലിയില ഇട്ടിട്ട് എന്താ പറയുക, സോയാബീൻ ഇട്ട് കൊടുക്കുക. സോയാബീൻ
ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. സോയാബീൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോയാബീൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ മസാല കുറച്ചടി പിടിക്കുക. അത് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യും. ഇത് തക്കാളി പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. തക്കാളി പേസ്റ്റ് അത് പേസ്റ്റ് ആക്കിയിട്ട് ഒരു 2 തക്കാളി മതിയായിരിക്കും. ഒരു തക്കാളി ചിലപ്പോൾ മതിയായിരിക്കും. അപ്പോൾ 2 വേണമെങ്കിൽ ഇട്ടോളൂ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ തന്നെ ഒരു നല്ല മസാല ഒരു മണം പോലെ വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഉപ്പിടണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടോളൂ. ഉപ്പിട്ടിട്ടും ഇളക്കി കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് നമ്മുടെ അരി ഇത്ര കേട്ടോ. അതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം നിങ്ങണ്ടായിരുന്നു. ഇത് അരി ഇട്ട് കൊടുക്കുക. നമ്മളിതിന് വേണ്ടി എടുത്തേക്കണത് ജീരകശാല അരിയാണ് കേട്ടോ. ബസ്മതി റൈസ് എന്നല്ല, ജീരകശാല അരിയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്, ഈ പുലാവിന് വേണ്ടിയിട്ട്. അപ്പോൾ അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബിരിയാണി ലുക്ക് വരുന്നവർ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബിരിയാണി ലുക്ക് വരുമെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റേറിയൻ പുലാവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേ കണ്ട, ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വേറൊരു ചെറിയൊരു വീഡിയോ പോലെയായിട്ട് ഞാനിടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇടാൻ മറന്നുപോയി. പിന്നെ ഇതേ കുറച്ച് വെള്ളം ഒഴിക്കുക. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോ വയ്ക്കാൻ മറന്നുപോയി. ഒരു മിസ്റ്റേക്കായിപ്പോയി. നമുക്ക് നോക്കാം. പിന്നെ നന്നായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുക, നാരങ്ങ പിഴിയുക. നാരങ്ങ ഒരു 2 നാരങ്ങ അല്ലെങ്കിൽ 1 നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞാൽ മതി. 2 നാരങ്ങ പിഴിഞ്ഞാൽ മതി. 1 നാരങ്ങ 2 പീസായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ ശരി, ബായ്.